എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? പ്രജന്റ് ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ. അത്യാധുനിക യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റാകുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ദ്രൗപദി മുർമു ആണ്. അത്യാധുനിക യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റാകുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിനെ കടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ്? നരേന്ദ്രമോദിയാണ്. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിനെ കടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ്. ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമായി വിക്ഷേപിച്ച പുതുതലമുറ നാവിഗേഷൻ ഉപഗ്രഹം ഏതാണ്? NVS 02 ആണ്. ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമായി വിക്ഷേപിച്ച പുതുതലമുറ നാവിഗേഷൻ ഉപഗ്രഹം. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 വേദി? വിശാഖപട്ടണത്താണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 വേദി. 2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പ്രകാരം മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. 2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പ്രകാരം മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആഗോള ദക്ഷിണ രാജ്യങ്ങളിൽ ആദ്യമായി ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന AI ഉച്ചകോടിയുടെ പേര്? AI ഇമ്പാക്റ്റ് ഉച്ചകോടി ഭാരതം 2026. AI ഇമ്പാക്റ്റ് ഉച്ചകോടി ഭാരതം 2026 ആഗോള ദക്ഷിണ രാജ്യങ്ങളിൽ ആദ്യമായി ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന AI ഉച്ചകോടിയുടെ പേര്. കേരളത്തിലെ തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുന്നതിനായി കൃഷിവകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി? നവോത്ഥാനാണ്. കേരളത്തിലെ തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുന്നതിനായി കൃഷിവകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി. രാജ്യത്ത് തന്നെ ആദ്യമായി പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജം ലിഥിയം ബാറ്ററികളിൽ സംഭരിച്ച് രാത്രികാലങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് KSEBക്ക് വിൽക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത്? പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ് രാജ്യത്ത് തന്നെ ആദ്യമായി പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജം ലിഥിയം ബാറ്ററികളിൽ സംഭരിച്ച് രാത്രികാലങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് KSEBക്ക് വിൽക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത്. 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? മമ്മൂട്ടിയെയാണ്. 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ? കിഷ്കിന്ധാകാണ്ഡമാണ്. 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ. അയോധ്യയിലൊരുങ്ങുന്ന രാമായണം വാക്സ് മ്യൂസിയം രൂപകൽപ്പന ചെയ്ത മലയാളി ശില്പി? സുനിൽ കണ്ടല്ലൂരാണ്. അയോധ്യയിലൊരുങ്ങുന്ന രാമായണം വാക്സ് മ്യൂസിയം രൂപകൽപ്പന ചെയ്ത മലയാളി ശില്പി. കേരളത്തിൽ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനം ഏത്? ഡിജിറ്റൽ റവന്യൂ കാർഡാണ്. കേരളത്തിൽ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനം. 2028 ലോക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? UAE ആണ്. 2028 ലോക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ശങ്കർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന അന്തരിച്ച പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ? മണിശങ്കർ മുഖോപാധ്യായാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ശങ്കർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന അന്തരിച്ച പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ. 2023-24 വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരമായ GV രാജ അവാർഡിനർഹരായ കായിക താരങ്ങൾ ആരൊക്കെയാണ്?
മുഹമ്മദ് അജ്മൽ, ആൻസി സോജൻ. പുരുഷ വിഭാഗത്തിൽ മുഹമ്മദ് അജ്മലും വനിതാ വിഭാഗത്തിൽ ആൻസി സോജനുമാണ് 2023-24 വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരമായ GV രാജ അവാർഡിന് അർഹരായ കായിക താരങ്ങൾ. സംസ്ഥാന സർക്കാരിൻ്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി ഏതാണ്? ക്വില്ലാണ് സംസ്ഥാന സർക്കാരിൻ്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി. കേരള വനം വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ്? ഫോർസൈറ്റ് ആണ് കേരള വനം വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. പുതുക്കിയ നിർദ്ദേശപ്രകാരം കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗത്തിൻ്റെ ഉയർന്ന പ്രായപരിധി എത്രയാണ്? 40 വയസ്സാണ് പുതുക്കിയ നിർദ്ദേശപ്രകാരം കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കുവാനുള്ള പൊതുവിഭാഗത്തിൻ്റെ ഉയർന്ന പ്രായപരിധി. കേരളത്തിൻ്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാനുള്ള സംസ്ഥാന നിയമസഭയുടെ ശുപാർശയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് എന്നാണ്? 2024 ജൂൺ 24. 2024 ജൂൺ 24 കേരളത്തിൻ്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാനുള്ള സംസ്ഥാന നിയമസഭയുടെ ശുപാർശയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? ഉയരെയാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ. കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ടിൻ്റെ പേര്. ഇന്ദ്രയാണ് കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ടിൻ്റെ പേര്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെൻറ്റർ എവിടെയാണ് നിലവിൽ വന്നത്? വളാന്തോട്. മലപ്പുറം ജില്ലയിലെ വളാന്തോടാണ് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെൻറ്റർ. ഇന്ത്യയിലാദ്യമായി AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വിമാനത്താവളം മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലാദ്യമായി AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വിമാനത്താവള മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്ന കേരളത്തിലെ വിമാനത്താവളം. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി. ന്യൂഡൽഹിയിലാണ് 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി. തിരുവനന്തപുരം CTCRI വികസിപ്പിച്ചെടുത്ത പ്രമേഹത്തെയും ഹൃദ്രോഗത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പർപ്പിൾ നിറത്തിലുള്ള ചേമ്പിനം. ജാമുനിയാണ് തിരുവനന്തപുരം CTCRCI വികസിപ്പിച്ചെടുത്ത പ്രമേഹത്തെയും ഹൃദ്രോഗത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പർപ്പിൾ നിറത്തിലുള്ള ചേമ്പിനം. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? എം മുകുന്ദനാണ് 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പ്രമുഖ സാമൂഹിക പ്രവർത്തകയ്ക്ക് നൽകുന്ന MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് ആർക്ക്? സുനിത കൃഷ്ണനാണ് പ്രമുഖ സാമൂഹിക പ്രവർത്തകയ്ക്ക് നൽകുന്ന MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത്. 2026-27 കാലയളവിലേക്കുള്ള യുനെസ്കോ ലോക പൈതൃക പട്ടികയിലേക്ക് ഇന്ത്യ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തത് എന്തിനെയാണ്? മേഘാലയയിലെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകളെയാണ് 2026-27 കാലയളവിലേക്കുള്ള യുനെസ്കോ ലോക പൈതൃക പട്ടികയിലേക്ക് ഇന്ത്യ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ മെനോപോസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏത്? മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ മെനോപോസ് ക്ലിനിക്കുകൾ ആരംഭിച്ചത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? അക്ഷരം ആരോഗ്യമാണ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി. തിരുവനന്തപുരം ജനറൽ
ജനറൽ ആശുപത്രിയാണ് ഇന്ത്യയിലാദ്യമായി കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി. 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ടെസി തോമസ്. ഡോക്ടർ ടെസി തോമസ് ആണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ ശാസ്ത്രജ്ഞൻ. കുടുംബശ്രീയുടെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിലെത്തിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പ്രീമിയം ബ്രാൻഡ് കെ ഇനം. കെ ഇനമാണ് കുടുംബശ്രീയുടെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പ്രീമിയം ബ്രാൻഡ്. രാജ്യത്തെ ആദ്യ പശു മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? മധുര. ഉത്തർപ്രദേശിലെ മധുരയിലാണ് രാജ്യത്തെ ആദ്യ പശു മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ഇരട്ടക്കുഴൽ റോഡ് കം റെയിൽ പദ്ധതി നിർമ്മിക്കുന്നത് ഏത് നദിക്കിടയിലാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിക്കിടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ഇരട്ടക്കുഴൽ റോഡ് കം റെയിൽ പദ്ധതി നിർമ്മിക്കുന്നത്. ആരാരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക്. സ്നേഹിത. സ്നേഹിതയാണ് ആരാരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2026 ഫെബ്രുവരി 12. 2026 ഫെബ്രുവരി 12-നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത്. 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കെ എസ് രതീഷ്. കെ എസ് രതീഷാണ് 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2026 അസമിലെ ഡിബ്രുഗഡിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കിരീടം നേടിയ ടീം സർവീസസ്. സർവീസസ് ആണ് 2026 അസമിലെ ഡിബ്രുഗഡിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് കിരീട ജേതാക്കൾ. 2020 ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് ആണ് 2020 ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ ടീം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി സജ്ജീകരിച്ചിരിക്കുന്ന സംസ്ഥാനം ഏത്? അസം. അസമാണ് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി സജ്ജീകരിച്ചിരിക്കുന്ന സംസ്ഥാനം. 2026 നടന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവൻ്റായ വിങ്സ് ഇന്ത്യ 2026 വേദി ബീഗം പോർട്ട് എയർപോർട്ട്. ഹൈദരാബാദിലെ ബീഗം പോർട്ട് എയർപോർട്ടാണ് 2026 നടന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവൻ്റായ വിങ്സ് ഇന്ത്യ 2026 വേദി. 2026 വിമാന അപകടത്തിൽ അന്തരിച്ച പ്രമുഖ മഹാരാഷ്ട്ര രാഷ്ട്രീയ നേതാവും ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി അജിത് പവാർ. അജിത് പവാറാണ് 2026 വിമാന അപകടത്തിൽ അന്തരിച്ച പ്രമുഖ മഹാരാഷ്ട്ര രാഷ്ട്രീയ നേതാവും ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. നിയമരംഗത്തെ സംഭാവനകൾക്ക് 2026 പത്മവിഭൂഷൺ ലഭിച്ച സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കെ ടി തോമസ്. ജസ്റ്റിസ് കെ ടി തോമസ് ആണ് നിയമരംഗത്തെ സംഭാവനകൾക്ക് 2026 പത്മവിഭൂഷൺ ലഭിച്ച സുപ്രീം കോടതി മുൻ ജസ്റ്റിസ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന 2026 പത്മവിഭൂഷൺ ലഭിച്ച സംഗീതജ്ഞ എൻ രാജം. എൻ രാജമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന 2026 പത്മവിഭൂഷൺ ലഭിച്ച സംഗീതജ്ഞ. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് സ്ഥാപിച്ച് 2026 പത്മശ്രീ നേടിയ ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ്. ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് സ്ഥാപിച്ച് 2026 പത്മശ്രീ നേടിയ ഡോക്ടർ. വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് 2026 പത്മശ്രീ ലഭിച്ച കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കയിൽ ദേവകിയമ്മ. കൊല്ലക്കയിൽ ദേവകിയമ്മയാണ് വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് 2026 പത്മശ്രീ ലഭിച്ച കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക. ഇന്ത്യൻ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന 2026 പത്മശ്രീ ജേതാവ് ഡോക്ടർ എ ഇ മുത്തുനായകം. ഡോക്ടർ എ ഇ മുത്തുനായകമാണ് ഇന്ത്യൻ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന 2026 പത്മശ്രീ ജേതാവ്.
2026 77ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുത്ത ലോക നേതാക്കൾ ആരെല്ലാം? ആന്റോണിയോ കോസ്റ്റ, ഉർസുല വോൺ ഡെർ ലെയ്ൻ. ആന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയ്നുമാണ് 2026 77ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുത്ത ലോക നേതാക്കൾ. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രധാന പ്രമേയം എന്തായിരുന്നു? ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും. ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയുമാണ് 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രധാന പ്രമേയം. 2026 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഔദ്യോഗിക തീം എന്തായിരുന്നു? വന്ദേമാതരത്തിൻ്റെ 180 വർഷങ്ങൾ. വന്ദേമാതരത്തിൻ്റെ 180 വർഷങ്ങളായിരുന്നു 2026 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഔദ്യോഗിക തീം. 2026 ദേശീയ വോട്ടർ ദിനത്തിൻ്റെ പ്രമേയം മൈ ഇന്ത്യ മൈ വോട്ട്. മൈ ഇന്ത്യ മൈ വോട്ടായിരുന്നു 2026 ദേശീയ വോട്ടർ ദിനത്തിൻ്റെ പ്രമേയം. പരീക്ഷാ പേടി അകറ്റുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക്. ചിരിയാണ് പരീക്ഷാ പേടി അകറ്റുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് പദ്ധതി. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഇന്ത്യയിലാദ്യമായി പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഇന്ത്യയിലാദ്യമായി പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം. ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് കിളിമാഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്ക് കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? ജ്യോതി ശർമ്മയാണ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് കിളിമാഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്ക് കീഴടക്കിയ ഇന്ത്യൻ വനിത. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾപ്പെടുന്ന മന്ദിരത്തിൻ്റെ പേര് എന്താണ്? സേവാ തീർത്താണ് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾപ്പെടുന്ന മന്ദിരത്തിൻ്റെ പേര്. ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനായി കേരള സർക്കാർ 2026 ആരംഭിച്ച പദ്ധതി കേരള AI മിഷനാണ്. ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനായി കേരള സർക്കാർ 2026 ആരംഭിച്ച പദ്ധതി. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായി കശുമാങ്ങയിൽ നിന്നും കേഫെനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന സഹകരണ ബാങ്ക് ഏത്? പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കാണ്. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായി കശുമാങ്ങയിൽ നിന്നും കേഫെനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന സഹകരണ ബാങ്ക്. ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 24 ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത്. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി 16 നോമിനേഷനുകൾ നേടിക്കൊണ്ട് മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമ സിന്നേഴ്സാണ്. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി 16 നോമിനേഷനുകൾ നേടിക്കൊണ്ട് മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമ. കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? സ്നേഹം പദ്ധതിയാണ്. കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന ഭിന്നശേഷി പ്രതിഭകളുടെ കലാമേളയുടെ പേര്? സവിശേഷയാണ്. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന ഭിന്നശേഷി പ്രതിഭകളുടെ കലാമേളയുടെ പേര്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗ്രാസ മാർഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയായ ഇ-റുപ്പി ഉപയോഗിച്ച് റേഷൻ വിതരണം നടത്താനുള്ള പൈലറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഗുജറാത്താണ്. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയായ ഇ-റുപ്പി ഉപയോഗിച്ച് റേഷൻ വിതരണം നടത്താനുള്ള പൈലറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. AI ഇമ്പാക്റ്റ് സമ്മിറ്റ് 2026 വേദി? ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ് AI ഇമ്പാക്റ്റ് സമ്മിറ്റ് 2026 വേദി. കേരളത്തെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയ പുതിയ ഈ നയം ഏത്? കേരള ഗ്രാഫീൻ നയമാണ്. കേരളത്തെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയ പുതിയ നയം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവ്?
ആലിൻ ഷെറിനാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവ്. 27 വർഷത്തെ സേവനത്തിനു ശേഷം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക ആര്? സുനിത വില്യംസ് ആണ് 27 വർഷത്തെ സേവനത്തിനു ശേഷം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണ ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഈ സമൃദ്ധയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണ ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. 2026 വേൾഡ് ഇക്കണോമിക് ഫോറം ഉച്ചകോടി വേദി എവിടെ? ദാവോസ്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ് 2026 വേൾഡ് ഇക്കണോമിക് ഫോറം ഉച്ചകോടിയുടെ വേദി. കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദന്റെ ആത്മകഥയുടെ പേര്? അവിരാമമാണ് കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദന്റെ ആത്മകഥയുടെ പേര്. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആര്? മഞ്ജു വാര്യറാണ് സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ. റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തിയതിന് അതിവിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാരം ലഭിച്ച CRPF ഉദ്യോഗസ്ഥ? ചന്ദന സിൻഹയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തിയതിന് അതിവിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാരം ലഭിച്ച CRPF ഉദ്യോഗസ്ഥ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെപ്പറ്റി വിവരം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച AI വെർച്വൽ അസിസ്റ്റന്റ്? സ്മാർട്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെപ്പറ്റി വിവരം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച AI വെർച്വൽ അസിസ്റ്റന്റ്. ഇന്ത്യയുടെ 92ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി കരസ്ഥമാക്കിയത്? ആര്യൻ വർഷ്ണേയാണ് ഇന്ത്യയുടെ 92ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി കരസ്ഥമാക്കിയത്. കൃഷിയിടത്തിന് സമീപത്ത് വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏത് സംവിധാനമാണ് വനം വകുപ്പ് അവതരിപ്പിച്ചത്? ഫാം ഗാർഡാണ് കൃഷിയിടത്തിന് സമീപത്ത് വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വനം വകുപ്പ് അവതരിപ്പിച്ച സംവിധാനം. പസഫിക് സമുദ്രത്തിലെ താപനില ഉയരുന്നതുമൂലം ഇന്ത്യയിൽ ഇക്കുറി മൺസൂൺ മഴ കുറയാൻ കാരണമാകുന്ന പ്രതിഭാസം? എൽനിനോയാണ് പസഫിക് സമുദ്രത്തിലെ താപനില ഉയരുന്നതുമൂലം ഇന്ത്യയിൽ ഇക്കുറി മൺസൂൺ മഴ കുറയാൻ കാരണമാകുന്ന പ്രതിഭാസം. കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി? പ്രതീക്ഷയാണ് കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാള നോവലുള്ള പുരസ്കാരം നേടിയത്? എൻ പ്രഭാകരൻ്റെ മായാമനുഷ്യർക്കാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാള നോവലുള്ള പുരസ്കാരം നേടിയത്. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത്. കേരളത്തിൽ അപൂർവ രോഗങ്ങൾ ബാധിച്ചവർക്ക് മികച്ച ചികിത്സയും സേവനങ്ങളും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് സമാരംഭിച്ച സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത്? കെയർ പോർട്ടലാണ് കേരളത്തിൽ അപൂർവ രോഗങ്ങൾ ബാധിച്ചവർക്ക് മികച്ച ചികിത്സയും സേവനങ്ങളും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് സമാരംഭിച്ച സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പദ്ധതി. ഏഷ്യൻ ടെലികോം മാഗസിൻ നൽകുന്ന ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ 2026 പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി? കെ ഫോൺ ആണ് ഏഷ്യൻ ടെലികോം മാഗസിൻ നൽകുന്ന ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ 2026 പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഏകീകൃത രൂപത്തിൽ വിപണിയിലെത്തിക്കുന്നതിനായി ആരംഭിച്ച പുതിയ ബ്രാൻഡ്? കെ ഇനമാണ് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഏകീകൃത രൂപത്തിൽ വിപണിയിലെത്തിക്കുന്നതിനായി ആരംഭിച്ച പുതിയ ബ്രാൻഡ്. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായ മറൈൻ ഇക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചി മറൈൻ ഡ്രൈവ്.
കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായ മറൈൻ ഇക്കോസിറ്റി നിലവിൽ വരുന്നത്. 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? സീതാകാന്ത മഹാപാത്ര. സീതാകാന്ത മഹാപാത്രയാണ് 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത്. 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദനാണ് 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത്. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട്? ഹൗറ കാമാഖ്യ. ഹൗറയിൽ നിന്നും കാമാഖ്യയിലേക്കാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിൻ്റെ പ്രഥമ ഉച്ചകോടിക്ക് 2026 ഫെബ്രുവരിയിൽ വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ. മുംബൈയാണ് ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിൻ്റെ പ്രഥമ ഉച്ചകോടിക്ക് 2026 ഫെബ്രുവരിയിൽ വേദിയാകുന്ന ഇന്ത്യൻ നഗരം. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ വ്യക്തി? ശാരദ. നടി ശാരദയാണ് മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ വ്യക്തി. കോമൺവെൽത്ത് സ്പീക്കർമാരുടെ 28ാമത് സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം? ഡൽഹി. ഡൽഹിയാണ് കോമൺവെൽത്ത് സ്പീക്കർമാരുടെ 28ാമത് സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നടന്ന 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഏത്? കേരളം. കേരളമാണ് ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നടന്ന 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം. 2027 നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആരാണ്? സുദർശൻ പട്നായിക്. സുദർശൻ പട്നായിക്കാണ് 2027 നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. 2026 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജവാർ. ഉത്തർപ്രദേശിലെ ജവാറിലാണ് 2026 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിലാദ്യമായി കോട്ടയം ജില്ലയിലെ പാലായിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേര്? സമ്മതി. സമ്മതിയാണ് ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിലാദ്യമായി കോട്ടയം ജില്ലയിലെ പാലായിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേര്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത് ആരെയാണ്? അഡ്വക്കേറ്റ് പി ശ്രീകുമാർ. അഡ്വക്കേറ്റ് പി ശ്രീകുമാറിനെയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത്. 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഗെർഡ് ഫാൾട്ടിങ്സ്. ഗെർഡ് ഫാൾട്ടിങ്സിനാണ് 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത്. നേപ്പാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അടുത്തിടെ അധികാരമേറ്റെടുത്തത് ആരാണ്? ബാലചന്ദ്ര ഷാ. ബാലചന്ദ്ര ഷായാണ് നേപ്പാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അടുത്തിടെ അധികാരം ഏറ്റെടുത്തത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലായുള്ള ഏറ്റവും ഉയർന്ന 7 അഗ്നിപർവ്വത കൊടുമുടികൾ ഏറ്റവും വേഗത്തിൽ കീഴടക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ ആര്? ഭൂപതി രാജു അൻമിഷ് വർമ്മ. ഭൂപതി രാജു അൻമിഷ് വർമ്മയാണ് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലായുള്ള ഏറ്റവും ഉയർന്ന 7 അഗ്നിപർവ്വത കൊടുമുടികൾ ഏറ്റവും വേഗത്തിൽ കീഴടക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരം? ഫ്രാൻസിലെ ഏവിയാൻ. ഫ്രാൻസിലെ ഏവിയാനാണ് 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? കൊടുവള്ളി. കൊടുവള്ളിയാണ് 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ? നിയോഫൈറ്റ് ID. നിയോഫൈറ്റ് IDയാണ് കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ.
BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത്. 2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് CCI വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെന്റ് ട്രെയിൽ ബ്ലേസേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത് ആരാണ്? കൽപ്പന സോറൻ. കൽപ്പന സോറനാണ് 2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് CCI വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെന്റ് ട്രെയിൽ ബ്ലേസേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത്. 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഗുജറാത്താണ് 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഹൃദയപരാജയം സംഭവിച്ച അതിഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനത്തിൻ്റെ പേര്? ഹോപ്പ്. ഹോപ്പാണ് ഹൃദയപരാജയം സംഭവിച്ച അതിഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനത്തിൻ്റെ പേര്. അടുത്തിടെ അന്തരിച്ച ലയണൽ ജോസ്പിൻ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു? ഫ്രാൻസ്. അടുത്തിടെ അന്തരിച്ച ലയണൽ ജോസ്പിൻ ഫ്രാൻസിൻ്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു. 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ? രാംകുമാർ മുഖോപാധ്യായ. രാംകുമാർ മുഖോപാധ്യായാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയായി 2026 മാർച്ചിൽ നിയമിതയായത് ആരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതി. സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ് 2026 ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയായി നിയമിതയായത്. ഇന്ത്യയിലെ ആദ്യത്തെ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കാംബ്രെയിൻ. കാംബ്രെയിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡേറ്റാബേസ്. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ഇൻ്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റിൻ്റെ പേര് എന്താണ്? ട്രൂ സൈബർ സഖി. ട്രൂ സൈബർ സഖിയാണ് സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ഇൻ്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റിൻ്റെ പേര്.